ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹ്യൂജ് നൈക്ക ഹാളാണ്. ഒട്ടും വൈകിക്കാതെ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രൊഡക്ട്സ് വന്നിട്ട് കുറച്ച് നാളായിരുന്നു, പക്ഷെ ഞാൻ എല്ലാ പ്രൊഡക്ട്സും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണല്ലോ അത് നമുക്ക് നൈക്ക ഹാൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വന്നപ്പോൾ ഡിഫറെൻറ്റ് ടൈമിലാണ് വന്നത്. സോ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. സോ ഞാൻ പ്രൊഡക്ട്സ് ഒക്കെ എടുക്കാനുള്ള ആവേശത്തിൽ മുടിയൊക്കെ കെട്ടിവെച്ചു. അപ്പോൾ നമുക്ക് ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു ആദ്യം ചെറിയ പാക്കേജ് തുടങ്ങാം അല്ലേ? ചെറിയ പാക്കേജിൽ തുടങ്ങാം. അപ്പോൾ ഈ പാക്കേജ് ഞാൻ പൊട്ടിച്ച് വെച്ചേക്കുകയാണ്. അപ്പം വീഡിയോ എടുക്കുമ്പോൾ ആ സമയത്ത് പൊട്ടിക്കുന്ന വീഡിയോ കൂടെ എഡിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പൊട്ടിച്ച് വെച്ചേക്കാണ്, പക്ഷെ എടുത്ത് നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. സോ ഇത് ആക്ച്വലി ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണിത്. ഇതൊരു മൾട്ടി പെപ്റ്റൈഡ് സിറമാണ് മിനിമലിസ്റ്റിൻ്റെ. അപ്പം അമ്മ ഇതിന് മുന്നേ വൈറ്റമിൻ സിയും നയാസിനമൈഡാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഏജിങ് നമ്മൾ ഇപ്പോൾ അമ്മയ്ക്കൊരു 40s ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ആൻറ്റി ഏജിങ് സിറം ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സോ അങ്ങനെ ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു മൾട്ടി പെപ്റ്റൈഡ് 10% സിറം ആണ് വാങ്ങിച്ചത്. ഇത് എത്രത്തോളം അടിപൊളിയാവുമെന്ന് അറിയില്ല, അത് ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. അപ്പം ഇതിനകത്ത് 7% മാട്രിക്സൽ ഒളിഗോപെപ്റ്റൈഡ്സ് ആൻഡ് പോളിപെപ്റ്റൈഡ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് റിപ്പയർസ് ആൻഡ് സ്മൂത്തൻസ് വ്രിങ്കിൾസ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇത് അമ്മയുടെ മുഖത്ത് യൂസ് ചെയ്തിട്ട് ഒരു 1 month കഴിയുമ്പോൾ ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്യണ്ടാവില്ല, അമ്മയായിരിക്കും ഇത് യൂസ് ചെയ്യുക. സോ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇതിനകത്ത് ആകെ ഈ ഒരു പ്രൊഡക്റ്റും പിന്നെ ഈ ഫ്രീ കിട്ടിയ ലിക്വിഡ് ലൈറ്റ് ഫ്ലൂയിഡ് SPF 50 മിനിമലിസ്റ്റിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക സൺസ്ക്രീൻ പോലത്തെ ഒരു സംഭവം കൂടിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. യെസ്, അപ്പോൾ അത് രണ്ടുമാണ് ഉണ്ടായിരുന്നത് ഇതിനകത്ത്. ഫസ്റ്റ് ബോക്സ് കാലിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ബോക്സ് എടുക്കാം. സെക്കൻഡ് ബോക്സ് ഇതെനിക്ക് തോന്നുന്നു കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ആയിരുന്നു. മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് അല്ല. ഓക്കെ, ഇത് താഴെ ചാടി വീണതാണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ ആണ് കേട്ടോ. അപ്പോൾ ലിപ് ലൈനർ എന്ന് പറയുമ്പോൾ ഇത് ഷെയ്ഡ് വന്നിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡാണ്. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ലിപ് ലൈനർ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ മിക്കവാറും എൻ്റെ ലിപ്സ്റ്റിക്കുള്ള ഷെയ്ഡ് തന്നെ ഞാൻ ലിപ് ലൈനറാക്കി ഇട്ടിട്ടൊക്കെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയും യൂസ് ചെയ്യാം. നല്ലൊരു എന്താ പറയുക ബ്രൗൺ കളർ ഷെയ്ഡാണ്. ഐ തിങ്ക് എല്ലാ സ്കിൻ ടൈപ്സിനാണെങ്കിലും എല്ലാവർക്കും സ്യൂട്ടായി പോകുന്ന ഒരു ലിപ് ലൈനറാണിത്. അതേപോലെ തന്നെ ഒരു ലിപ് ലൈനറും കൂടി ഉണ്ട്. ഇതൊരു ബർഗൻഡി ഷെയ്ഡ് പോലെ വരും. ബർഗൻഡി എന്ന് പറയാൻ പറ്റില്ല. യെസ്, ഇത് ബർഗൻഡി ഷെയ്ഡ് തന്നെയാണ്. 09 ആണ്. ഇത് ബ്രൗൺ ഷെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് 12 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ആക്ച്വലി സ്വിസ് ബ്യൂട്ടിയിൽ ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള ലിപ് ലൈനേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 69 ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ 60 അത്രയും എങ്ങാണ്ടേ ഉണ്ടായിരുന്നു. 9 rupees കുറവുണ്ടായിരുന്നു. ഓഫറിനാണ് വാങ്ങിയത്. ഇപ്പോൾ നൈക്കയിൽ ഒരു 17th August വരെ ഒരു സെയിൽ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സെയിലിനാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. യെസ്, അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു യൂസ് ഇറ്റ് ബിഫോർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2029 വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സോ 2 ലിപ് ലൈനേഴ്സ് ആണ് വാങ്ങിയത്. ഇതിൽ ബ്രൗൺ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, ബർഗൻഡി അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. യെസ്, പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണിത്. ഇത് ഞാൻ ബർഗൻഡി നമുക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചില്ല അല്ലേ? ബർഗൻഡിയും കൂടെ ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. യെസ്, ബർഗൻഡി ഈ ഷെയ്ഡ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ഷെയ്ഡ് എന്താ പറയുക ഒരു മജന്ത കളർ ബർഗൻഡി ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഷെയ്ഡാണിത്. നമുക്ക് ഏത് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്ന 2 ഷെയ്ഡ്സ് ആണിത്. യെസ്, ഇനി ഞാൻ പറയാൻ വന്നത് സ്വിസ് ബ്യൂട്ടിയുടെ പ്യുവർ മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഞാൻ വാങ്ങിയത്. കുറേ ആൾക്കാർ സ്വിസ് ബ്യൂട്ടി യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആയതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഇയറിൽ കയറിയ സമയത്ത് മാത്രമാണ് ലാക്മേയുടെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഐ വാണ്ടഡ് ടു ട്രൈ എ ബുള്ളറ്റ് ലിപ്സ്റ്റിക്.
സോ അതുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് N215. സ്വിസ് ബ്യൂട്ടിയുടെ പ്യുവർ മാറ്റ് ലിപ്സ്റ്റിക്കിനകത്ത് വരുന്നതാണ്. പ്യുവർ നാച്ചുറൽ കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് പാക്കേജിങ്. പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം. ഓക്കെ, അടിപൊളിയാണ്. പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ്. നല്ല കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ല്. കൊക്കോയുടെ സ്മെല്ല് തന്നെയാണ് കേട്ടോ. അതൊക്കെ നല്ല എന്താ പറയാ, ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഒരു നല്ല മൈൽഡ് സ്മെല്ലാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ഇനി ഇതിന്റെ സ്വാച്ചും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ക്യാമറയിൽ കാണുന്ന പോലെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് അത്യാവശ്യം സിമിലർ ആണ്. ആൻഡ് ഇത് കയ്യിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഇട്ട് കാണിച്ചതേ, പക്ഷെ ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള ഒരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും, എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണെന്നൊക്കെ ഉള്ളത്. സോ യെസ്, ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. പിന്നെ വന്നിട്ടുള്ളത് ഒരു മേബ്ലൈൻ ന്യൂയോർക്കിന്റെ ഐബ്രോ പെൻസിലാണ്. ഐബ്രോ പെൻസിൽ ഞാൻ കുറെ ഇങ്ങനെ സാധാരണ ഐബ്രോ പെൻസിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താ പറയാ, മേബ്ലൈൻ്റെ ഈ ഒരു റേഞ്ച് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലായിരുന്നു. സോ ഇത് നാച്ചുറൽ ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം നാച്ചുറൽ ബ്രൗൺ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ പറയാ, ഗ്രേഷ് ബ്ലാക്ക് ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഐബ്രോസ് ഐ തിങ്ക് കറക്റ്റ് എന്താ പറയാ, ഒരു ബ്രൗൺ കളർ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഇത് അത്യാവശ്യം ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഇത്രയും പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് കറക്റ്റ് എന്താ പറയാ, ഇതെനിക്ക് നമ്മുടെ പെൻസിലൊക്കെ ഇല്ലേ അതേപോലൊരു ഇത് വരയ്ക്കുമ്പോഴേ കറക്റ്റ് ഒരു സ്ട്രോക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നൈസ്. ഓക്കെ, അടിപൊളിയാണ്. ഇതിനകത്ത് ഇവർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞേക്കുന്നത് ആക്ച്വലി നമ്മളിങ്ങനെ മുകളിലും താഴെയും വരച്ചു കൊടുത്തിട്ട് ഈ ബാക്കിൽ കാണുന്ന ഈ സ്പൂളി വെച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഐബ്രോ നല്ല ഷേപ്പായിട്ടിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതും എനിക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇതും ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. ഇതൊക്കെ ഈ പ്രോഡക്ട്സ് എല്ലാം ഞാൻ പുതിയതായിട്ട് വാങ്ങിക്കുന്നതാണ്. ഇത് ഓൾറെഡി എൻ്റെ ലിസ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സേ അല്ല കേട്ടോ. യെസ്, ഇനി ലവ് എർത്തിന്റെ ഈ മിനി ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഇത് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ മിനി ലിപ്സ്റ്റിക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത്. ഞാൻ എന്താ പറയാ, റാൻഡമായിട്ട് നൈക്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതെന്റെ കണ്ണിപ്പെടുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്, എൻ്റെ ബ്രൗൺ ഗേൾസിന് പറ്റിയ എന്താ പറയുക, ഡസ്കി സ്കിൻ ടോണിന് പറ്റിയ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലവ് എർത്തിന്റെ ഐറിഷ് കോഫി എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇപ്പൊ പോലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആ ഷെയ്ഡാണ്. ആ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റേഞ്ചിൽ വരുന്ന 3 ലിപ്സ്റ്റിക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ യെസ്, ഓ യെസ്, ഇതാണ് 3 മിനി ലിപ്സ്റ്റിക്സ്. ആക്ച്വലി എനിക്കിത് വേർത്ത് ആയിട്ട് തോന്നി. ഞാനിത് എത്രയ്ക്കാ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവർ കൊടുത്തേക്കുന്നത് 714 ആണ് റേറ്റ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ വാങ്ങിയത് 300 ആ ഒരു റേഞ്ച്, 300 അല്ലെങ്കിൽ 300 ബിലോ ഒരു റേഞ്ചിലാണ് ഞാനിത് വാങ്ങിയത്. ഈവൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണെങ്കിലും 300 ബിലോ ആയിരുന്നു കേട്ടോ റേറ്റ്. എനിക്കിതെല്ലാം സെയിലിന് കിട്ടിയതാണ് കേട്ടോ. യെസ്, ഈ ഷെയ്ഡ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഇത് ഐറിഷ് കോഫിയാണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ വരുന്ന 2 ഷെയ്ഡ്സ് ആണിത്. ഐ തിങ്ക് ഈ ഷെയ്ഡ് ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ. എക്സ്പ്രസോ മാർട്ടിനി എന്ന് പറഞ്ഞ ഷെയ്ഡ് ഭയങ്കര ലൈറ്റ് ആണ്. അത് കണ്ടിട്ട് എനിക്ക് ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്, ബിക്കോസ് ഇത് വാഷ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് ഇത് കണ്ടോ, ഇതൊക്കെ കാണുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ലിപ് ലൈനേഴ്സ് വെച്ചിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. അതായത് എക്സ്പ്രസോ മാർട്ടിനി എന്ന് പറഞ്ഞിട്ട്. ഇത് ഈച്ച് ബോട്ടിലിൽ ഏകദേശം
6 ml പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം മാറ്റി മാറ്റി യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് അത്യാവശ്യം വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല, നെക്സ്റ്റ് വരുന്നത് സ്പാനിഷ് കോഫിയാണ്. ഞാൻ അന്ന് ഐറിഷ് കോഫി വാങ്ങിച്ച സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സ്പാനിഷ് കോഫിയും കൂടെ ട്രൈ ചെയ്യണമെന്ന്. അപ്പൊ എന്തായാലും അതിനും കൂടെ എനിക്ക് അവസരം ഉണ്ടായി. ഇതൊരു പീച്ചി ഷെയ്ഡ് ആണെങ്കിൽ, അതായത് മാർട്ടീനി ഒരു പീച്ചി ഷെയ്ഡ് ആണെങ്കിൽ, ഇത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് ആക്ച്വലി എന്താ പറയാ, സ്മച്ച് പ്രൂഫ് ആണ്. പക്ഷെ ഈ സ്വിസ് ബ്യൂട്ടിയുടെ സ്മഡ്ജ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ സ്വിസ് ബ്യൂട്ടി കയ്യിലിട്ട് കുറച്ചു നേരം ആയിരുന്നു, ബട്ട് ഇത് സ്മഡ്ജ് ആവുന്നുണ്ട്. എന്താ പറയാ, ബട്ട് ഇതൊരു പീച്ചി ഷെയ്ഡ് ആണെങ്കിൽ ഇത് പക്ക ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അത്യാവശ്യം ഡസ്കി സ്കിൻ ഗേൾസിനൊക്കെ ഗോ ടു ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടെയാണ് ഐറിഷ് കോഫി കേട്ടോ. സ്പാനിഷ് കോഫി, ഐറിഷ് കോഫി ആൻഡ് മാർട്ടീനിയാണ്. മാർട്ടീനി ആക്ച്വലി വാഷ് ഔട്ട് ചെയ്യും. നിങ്ങൾക്ക് ഐ തിങ്ക് ലിപ് ലൈനർ യൂസ് ചെയ്ത് മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നൊരു പ്രൊഡക്റ്റ്, ഇത് പാളിപ്പോയെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാൻ എൻ്റെ ഷെയ്ഡ് ആക്ച്വലി 330 ആണ് ഞാൻ എടുത്തോണ്ടിരുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഡാർക്കായിട്ട് തോന്നുന്നു. മേ ബി അത് ഓക്സിഡൈസ് ചെയ്യുന്നതിന് മുന്നേ കണ്ടിട്ടാവണമായിരിക്കും. പക്ഷെ ഈ ഷെയ്ഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ സ്യൂട്ട് മൈ സ്കിൻ ടോൺ. ഇത് മിക്കവാറും ഞാൻ റിട്ടേൺ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വാങ്ങിയപ്പോഴേ ഞാൻ കൺഫ്യൂഷൻ അടിച്ചാണ് വാങ്ങിയത്. ഇത് ഭയങ്കര ലൈറ്റ് ആണ് എൻ്റെ സ്കിന്നിന്, ഒരുപാട് ലൈറ്റ് ആണ്. അത് എൻ്റെ ഫേസ് എന്താ പറയാ, കയ്യിലിടുമ്പോൾ അത്രയും മനസ്സിലാവില്ല, പക്ഷെ ഫേസിലിടുമ്പോൾ ഐ തിങ്ക് ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടോണിന് പറ്റാത്തൊരു ഷെയ്ഡായിട്ട് തോന്നി. ഇത് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. വാങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇത് വാഷ് ഔട്ട്, എന്താ പറയാ, എൻ്റെ സ്കിൻ ടോണിന് ചേരുന്നില്ല എന്നുള്ളത്. ഐ തിങ്ക് ഞാനിനി ഫൗണ്ടേഷൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ, എല്ലാവരും ഫൗണ്ടേഷൻ വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് അത് സ്വാച്ച് ചെയ്ത് നോക്കിയിട്ട് മാത്രം സ്കിൻ ടോണിന് പറ്റുന്നതാണെങ്കിൽ മാത്രം വാങ്ങുക. ഇതെൻ്റെ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള പർച്ചേസ് ആയിരുന്നു. ഇതെന്തായാലും ഞാൻ റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. ഓക്കെ, സോ ഇതിനകത്ത് ഐ തിങ്ക് ഈ ബോക്സ്, ഓക്കെ, ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരുപാട് മേക്കപ്പ് സ്പഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേബിലൈൻ്റെ തന്നെ ഫിറ്റ്മിയുടെ എന്താ പറയുക കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ളിലെ സ്പോഞ്ച് എന്താ പറയുക അത്യാവശ്യം കേടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണിത്. ഇതിനകത്ത് 129 റുപ്പീസാണ്. ഇതെനിക്ക് 120 അല്ലെങ്കിൽ 119 എങ്ങാണ്ടാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. സോ ഇതിനകത്ത് 2 സ്പഞ്ച് വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു സ്പഞ്ചാണ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ അണ്ടർ ഐസ് ക്രീസ് ചെയ്യാൻ. ഞാൻ മിക്കവാറും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് അണ്ടർ ഐസ് സെറ്റ് ചെയ്യാനും ഒക്കെയാണ്. അപ്പം എനിക്കിത് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഒരു നോർമൽ മേക്കപ്പ് സ്പോഞ്ച് കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്പോഞ്ചൊക്കെ കേടായി, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. സോ യെസ്, അതും കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോൾ ഈ പെട്ടിയിലുള്ള പ്രൊഡക്ട്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പെട്ടി കാലിയാക്കി. അതിനകത്ത് ഇത് ഞാൻ റിട്ടേൺ ചെയ്യും. ഇത് ഞാൻ റിട്ടേൺ ചെയ്യും. യെസ്, ഐ തിങ്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഫൗണ്ടേഷൻ ഉണ്ട്, പക്ഷെ ഞാൻ വാങ്ങിയത് റോങ് ഷെയ്ഡാണ്. സോ ഐ തിങ്ക് അത് റിട്ടേൺ ചെയ്യാനുള്ള സമയമാണിത്. ഇതിൻ്റെ ബില്ല് ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വലിയ പാക്കേജ് പൊട്ടിക്കാം. ഇതാണ് ഏറ്റവും വലിയ പാക്കേജ് ഈ കൂട്ടത്തിലെ. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ പൊട്ടിച്ച് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയ സാധനമാണ്. ഓക്കെ, സോ ഇത്രയും പ്രോഡക്ട്സ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. കുറേയൊക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ട്സ് ഒക്കെ തീർന്നു പോയിട്ട് ഞാൻ വാങ്ങിയതാണ്. കുറേ എല്ലാം പുതിയ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇവിടെ സൈഡിലിരുന്നൊരു പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ഇതെന്താണെന്നറിയോ? ഇത് എന്താ പറയുക, ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ എന്താ പറയുക ഒരു മാസ്ക് ആണ് കേട്ടോ, ഫോർ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ. ഇത് ആക്ച്വലി എനിക്ക് സംഭവം കിട്ടി. ഇത് ഞാനൊരു
കോംബോ പ്രൊഡക്റ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഒന്ന് ഇതാണ്. ഇത് ആക്ച്വലി ഇതിന്റെ ഷാംപൂ ആണ്. ഇത് അറൌണ്ട് 400 ml പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എനിക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് അവരെനിക്ക് തന്നത്. അവരെനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി കണ്ടുപിടിച്ചത്. ഇതിന് മാത്രമായിട്ട് അറൌണ്ട് 600 വരുന്നുണ്ട്, ഇതിന് 740 വരുന്നുണ്ട്. അത്ര ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടും കൂടെ എനിക്ക് തോന്നുന്നു 600 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്കിത് വർത്ത് ആയിട്ട് തോന്നി. ബിക്കോസ് ഇത് 400 ml പ്രൊഡക്റ്റും ഉണ്ട്, ഇതും അത്യാവശ്യം എന്താ പറയാ നല്ലൊരു എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് വരുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ഞാനിത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കുറെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. എൻ്റെ അത്യാവശ്യം ചില സമയങ്ങളിൽ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അതും ഒരു കോംബോ പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് രണ്ടെണ്ണമാണ്. വിഷ് കെയറിന്റെ 2 ലിപ് ബാംസ് ആണ്. രണ്ടും സെറാമൈഡ് ലിപ് ബാം ആണ്. പല 2 ഫ്ലേവറിൽ വരുന്ന ലിപ് ബാംസ് ആണിത്. ഒന്ന് ഒരു ചെറി ഫ്ലേവറിലും പിന്നെ ഒരെണ്ണം എന്താ പറയാ നോർമൽ നമ്മുടെ കൊക്കോ ബട്ടർ അതൊക്കെ വരുന്ന ഒരു ഫ്ലേവർ ആണ്. ഇതിനകത്ത് വാട്ടർ മെലൺ അങ്ങനെയുള്ളതാണ്. രണ്ടിനകത്തും കോജിക് ആസിഡും നിയാസിനമൈഡും ഒക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം എന്താ പറയാ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇതും എനിക്ക് കോംബോയിലാണ് കിട്ടിയത്. ഇതിന് സിംഗിൾ പീസിന് 299 ആണ് വരുന്നത്. രണ്ടെണ്ണത്തിനും കൂടെ സെപ്പറേറ്റ് 299 ആണ്. പക്ഷെ എനിക്ക് രണ്ടും കൂടെ 300 ആ ഒരു റേഞ്ചിലാണ് 2 പ്രൊഡക്ട്സും കിട്ടിയത്. ഇത് ഒരെണ്ണം ഞാൻ എടുക്കും, ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. സോ ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ പറയാം. ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ് ബാം എന്താ പറയാ SPF ഉള്ള നമ്മുടെ സെബാമെഡിന്റെ ലിപ് ബാം ആണ് യൂസ് ചെയ്യുന്നത്. അത് അടിപൊളി ലിപ് ബാം ആണ്, ഓൾറെഡി എല്ലാവർക്കും അറിയാമായിരിക്കും. ആൻഡ് ഇതും കൂടെ എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ട്. ഇതിനകത്ത് SPF 50+ AA വരുന്നുണ്ട്, PA++ വരുന്നുണ്ട് കേട്ടോ. സോ യെസ്, ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാനുള്ള പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇത് ഒരു സൺസ്ക്രീൻ ആണ്. ഒരെണ്ണല്ല 2 സൺസ്ക്രീൻ ഉണ്ട്, സെയിം പോലത്തെ തന്നെയാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 months ആയി. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അമ്മയും സെയിം തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോക്സ്റ്റൈലിന്റെ സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് ഒരു മാറ്റിഫൈങ് സൺസ്ക്രീൻ ആണ്. എൻ്റെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ 2 പ്രൊഡക്ട്സ് ആണിത്. ഇതൊന്ന് ഓഫ് കോഴ്സ് അമ്മയ്ക്കാണ്, ഒന്ന് എനിക്കാണ്. സോ ഇത് ഞങ്ങളുടെ യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. എനിക്കൊന്ന് മിനിമലിസ്റ്റ് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് വർക്കായിട്ടുള്ള അത്യാവശ്യം എനിക്കൊന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നി. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല, ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും, ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും ഇട്ടതുപോലെ അറിയേയില്ല. സോ അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. സോ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് കോജിക് ആസിഡ് ഫേസ് സെറം ആണ്. ഇത് ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിത് യൂസ് ചെയ്തത് എൻ്റെ വൈറ്റമിൻ സി നിയാസിനമൈൻ്റെ ഒക്കെ കൂടെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് എന്താ പറയുക എൻ്റെ സ്കിൻ ബ്രൈറ്റൻ ആയതുപോലൊക്കെ തോന്നി. അപ്പോൾ എനിക്കറിയില്ല അത് യൂസ് ചെയ്തുകൊണ്ടാണോ ഇത് യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സോ ഐ വാണ്ടഡ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. എന്താ പറയുക എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കധികം ബ്രേക്ക്ഔട്ട്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് യൂസ് ചെയ്തിട്ട്. ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഇതും എനിക്കൊരു ട്രൈ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് എന്താ പറയുക ഡെർമക്കോയുടെ 2% കോജിക് ആസിഡ് സിറമാണ്. ഇതിനകത്ത് ആൽഫ അബ്യൂട്ടിൻ, കോജിക് ആസിഡ്, നിയാസിനമൈഡ് രാവിലെയും രാത്രിയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് എഴുതിയിരിക്കുന്നത്. പാരബിൻസ് ആണ് ആൻഡ് SLS ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ ഇതും എനിക്ക് എന്താ പറയുക ഇത് മാത്രമായിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് എനിക്ക് അറിയണം. സോ അതുകൊണ്ടാണ് ഇതൊരു 30 ml പ്രൊഡക്റ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതും എനിക്ക് എന്താ പറയുക സെയിലിൽ തന്നെ കിട്ടിയതാണ്. പ്രൊഡക്റ്റിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഇത് എത്രയാണ് വാങ്ങിയെന്നുള്ളത്. പക്ഷെ എല്ലാം ഇതിനകത്ത് കാണിച്ച എല്ലാ പ്രൊഡക്ട്സും ഞാൻ സെയിലിന് തന്നെ വാങ്ങിയതാണ്. ഇപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നൈക്കയിൽ. അപ്പോൾ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ഇതാണ് സിറം, ഒരു പ്രൊഡക്റ്റ്. യെസ്, ഇതും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആണ്. ഫോക്സ്റ്റൈലിൽ തന്നെ ഒരു പേർപ്പിൾ ക്ലേ മാസ്ക് ആണിത്. ഇതിനകത്ത് ഒരു ക്ലെൻസ് പോർസ് ആൻഡ് റെഡ്യൂസ് ബ്ലാക്ക് ഹെഡ്സ്, ഇംപ്രൂവ് സ്കിൻ ക്ലാരിറ്റി ആൻഡ് ടോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബ്രസീലിയൻ പർപ്പിൾ ക്ലേ ആണ് വരുന്നത്. പിന്നെ കയോളിൻ ക്ലേ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്.
ഇത് എങ്ങനെ ഉണ്ടാവും സ്കിന്നിലെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഒരുപാട് സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കാം. അതും ഇത് ഓഫറിന് ഉണ്ടായതുകൊണ്ട് വാങ്ങിച്ചതാണ്. യെസ്, അപ്പം ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. എൻ്റെ ഏതെങ്കിലും ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഞാനിത് കാണിച്ചിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. യെസ്, ഇനിയുണ്ടല്ലോ. ഓക്കെ, ഇത് രണ്ടും എന്താ പറയുക, ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് മിനിമലിസ്റ്റിന്റെ മോയ്സ്ചറൈസർ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ മിനിമലിസ്റ്റിന്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യാന്നുള്ളത്. സോ ആ ഒരു മോയ്സ്ചറൈസർ ആണിത്, വൈറ്റമിൻ B5ന്റെ. അത്യാവശ്യം എന്താ പറയുക, ഹൈഡ്രേഷൻ ഒക്കെ തരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ എനിക്കൊന്ന് കുറെ കാലമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ടച്ച് ഇത്രയും കാലമായിട്ട് എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. സോ ഇതാണത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്, പിൽഗ്രിമിന്റെ AHA BHA 25% AHA BHA പീലിംഗ് സൊല്യൂഷൻ ആണ്. ഇത് ടാനൊക്കെ പോകാൻ അടിപൊളിയാണ്. എന്താ പറയുക, അത്യാവശ്യം എന്താ പറയുക, ഒരു 2-3 യൂസ് കൊണ്ട് തന്നെ നമ്മുടെ ടാനൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇത് എപ്പോഴും യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. മന്ത്ലി വൺസ് ഓർ ട്വൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിത് ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ റീഫില്ല് ചെയ്ത പ്രൊഡക്റ്റ് ആണിത്. യെസ്, അങ്ങനെ ഇതും കാലിയായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ മൊത്തം അലമ്പാക്കിയിട്ടുണ്ട് ഞാൻ. ഇതെല്ലാം തിരിച്ച് പെട്ടിക്കകത്ത് വെക്കണോ അതോ? ഓക്കെ, അതെന്തായാലും വീഡിയോ എനിക്ക് ചെയ്തിട്ട് ഞാൻ തീരുമാനിക്കാം. സോ ഞാൻ നൈക്കയിൽ ഇത്രയും പ്രൊഡക്ട്സ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. യെസ്, സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേയൊക്കെ എന്താ പറയുക, ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ചസ് ആണെങ്കിലും ഒക്കെ ഞാൻ അതായത് ഇട്ട് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും, റിവ്യൂസും കാര്യങ്ങളും ഒക്കെ. സോ യെസ്, അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഡു ചെക്ക് ഔട്ട് നൈക്ക, ബിക്കോസ് നല്ല ഒരുപാട് സെയിലും ഓഫറുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അത് 17 ഓഗസ്റ്റ് വരെ ഉള്ളൂ. സോ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് വാങ്ങിക്കുകയാണെങ്കിൽ സെയിലുള്ള സമയത്ത് വാങ്ങിക്കുക. ആൻഡ് യെസ്, കൈ നിറയെ പ്രൊഡക്ട്സ് കിട്ടും. പിന്നെ പൈസ ചിലവാണെന്ന് വെച്ചാൽ പൈസ ചിലവാണ്. പിന്നെ ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടുമ്പോൾ ഒരു എന്താ പറയുക, മനസ്സിനൊരു കുളിർമയല്ല, ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ്, അത്രേ ഉള്ളൂ. പൈസ ചിലവാണെന്ന് വെച്ചാൽ പൈസ ചിലവാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതും നമ്മുടെ എന്താ പറയുക, നമ്മളെ തന്നെ നോക്കുന്നതിലും ഒരിക്കലും ഗിൽറ്റ് ഫീൽ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരിക്കലും അത് ഫീൽ ചെയ്യാറില്ല. എന്നെ നോക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എന്തായാലും ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള കുട്ടിയായിട്ട് കാണാമായിരിക്കും. പക്ഷെ കുറച്ച് എന്താ പറയുക, കുറച്ച് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളെ തന്നെ നോക്കുമ്പം കിട്ടുന്ന ഒരു എന്താ പറയുക, നമ്മളെ തന്നെ ക്യാരി ചെയ്യുന്നതും നമ്മളെ തന്നെ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് സീ യു.